പരിശുദ്ധമാകും അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാകും അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. ഇന്ന് രൂപതയിൽ വൈദികരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു, അതിന് പോയതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എല്ലാവരെയും ഞാൻ ഈ മാതൃതീർത്ഥാടന ദേവാലയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് തോമസ് ബ്രദറിനെയും സാബു ബ്രദറിനെയും ടീമങ്ങളെല്ലാം പ്രത്യേകം സ്നേഹത്തോടുകൂടി ഞാൻ ഈ സെൻറ്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിളിക്ക് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ. എസെക്കിയേൽ 47 പ്രകാരം ബലിപീഠത്തിൽ നിന്നൊരു ഉറവ പൊട്ടിപ്പുറപ്പെട്ട് അത് പള്ളിക്കകത്തുകൂടെ 2 തോടുകളായിട്ട് ഒഴുകുന്ന ഒരു ദേവാലയത്തിൽ, ഒരേ ഒരു ദേവാലയമുള്ള ലോകത്തിൽ ഇതുപോലൊരു ദേവാലയം. ഈ ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ ബലിക്കായിട്ട് വന്ന് നിൽക്കുന്നത്. എസെക്കിയേൽ 47 പറയുന്നുണ്ട്, 1-ാമത്തെ 2-ാമത്തെ വചനം ഇതാണ്: ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ട് അത് പള്ളിക്കകത്തൂടെ 2 തോടുകളായിട്ട് ഒഴുകി. ജോയി ഓപ്പൺ ചെയ്ത് എസെക്കിയേൽ 47 രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനം 46:4 ഒരു വചനമുണ്ട്: ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വാസസ്ഥലത്തെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. വാസ്തവത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് മരുഭൂമിയാണ്. അവിടെ ഒരു നദിയില്ല. അവിടെ ആകെയുള്ളത് ഒരു ഗലീലി തടാകമാണ്. അവർക്ക് വലിയ ആഗ്രഹമാണ് ഒരു വലിയൊരു നദി ഉണ്ടാകുന്നത്. ഈജിപ്തിനാണെങ്കിൽ ഒരു വലിയ നദിയുണ്ട്, നൈൽ നദി. അതുപോലെ തന്നെ ഇന്ത്യക്ക് സംബന്ധിച്ച്, ഭാരതത്തെ സംബന്ധിച്ച് നദികളുണ്ട്. എന്നാൽ അവരുടെ സംസ്കാരവുമായിട്ട് ഒരു നദിയില്ല എന്നുള്ള ദുഃഖമുണ്ട്. എങ്കിലും അവരുടെ വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്: ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വാസസ്ഥലത്തെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. സങ്കീർത്തനം 46:4 പറയുന്നത്. വീണ്ടും ഈ നദിയെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചു. ആമോസ് 13:1 ഇപ്രകാരം പറയുന്നു: പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി ശുദ്ധീകരിക്കുവാൻ അന്ന് ഒരു നദി പുറപ്പെടും. അത് ആമോസ് സക്കറിയ 13:1 പറയുന്നത്. അതിപ്രകാരമാണ് വചനം പറയുന്നത്: പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി ശുദ്ധീകരിക്കുവാൻ അന്ന് ഒരു നദി പുറപ്പെടും. ജോയലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു: ദേവാലയത്തിൽ നിന്നും ആണ് ഈ നദി ഉറവ ഉണ്ടാകാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വചനം ആരംഭിക്കുന്ന ഇപ്രകാരമാണ്: തിരുനാളിൻ്റെ അവസാനത്തെ ദിവസമായ മഹാദിനത്തിൽ
അന്നൊരു പ്രത്യേകതയുണ്ട്. അന്ന് ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതന്മാർ, ധാരാളം പുരോഹിതന്മാരുണ്ട്. വിവിധ തരം ബലിയർപ്പിക്കുന്ന പുരോഹിതൻ, ദഹന ബലി, പാപപരിഹാര ബലി, അങ്ങനെ ധാരാളം. അവരെല്ലാവരും ഓരോ കുടം വെള്ളം കൊണ്ടുവന്ന് ആ താരയുടെ അടിവശത്ത് അവിടെ ഒഴിക്കും. അവരുടെ ബലിപീഠത്തിൻ്റെ അവിടെ നിന്നൊരു വലിയൊരു ചാലുണ്ട്. ആ ചാല് ദൂരേക്ക് പോകുന്ന ചാല്, അതിലൂടെ വെള്ളം ശക്തമായിട്ട് ഒഴുകുന്ന അതാണ് ഈ തിരുനാളിൻ്റെ മഹാദിനത്തിലെ ഒരു സംഭവം എന്ന് പറയുന്നത്. ആ സമയത്താണ് ഈശോ പറയുന്നത്, വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവൻ്റെ അരുവി ഒഴുകും. ഞാനാണ് ആ ഉറവ. ഇതിപ്പോൾ അത്രയും ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് പരിശുദ്ധ കുർബാന ഒരു വിവാദ വിഷയമായ അടയാളമായി തീർന്നിരിക്കുകയാണ്. അവൻ്റെ ശരീരരക്തങ്ങൾ ഇന്ന് പൊതുവേദിയിൽ പ്രദർശന വസ്തുവായി തീരുകയാണ്. എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് നോക്കണം, ആകെ അസ്വസ്ഥതയാണ്. എന്നാൽ ഈ ദേവാലയം, ഇവിടുത്തെ ഈ ഉറവിയും ഈ കാലഘട്ടത്തിൽ നൽകുന്ന വലിയൊരു സന്ദേശം ഇതാണ്: എല്ലാ ബലിപീഠത്തിൽ നിന്നും കൃപയുടെ നീർച്ചാൽ ഒഴുകും എന്ന് ഇവിടെ വരുന്ന ദൈവമക്കൾക്ക് പൂർണ്ണ ബോധ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നേക്ക് 18 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ച ഈ എസെക്കിയേൽ 47 പ്രകാരം പൂർത്തീകരിച്ച, എൻ്റെ അറിവിൽ ഇന്ന് ലോകത്തിൽ ഒരിടത്തും ഇതുപോലെ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടില്ല. ഞാനിവിടെ വരുന്ന എല്ലാവരോടും പറയുന്ന ഇതാണ്: ബലിപീഠത്തെ നാം നിസ്സാരമായി കരുതരുത്. ബലിപീഠത്തിൽ നിന്നും കുർബാനയിൽ നിന്നും കൃപയുടെ നീർച്ചാൽ ഒഴുകും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കൈകളെ കൂപ്പി പിടിക്കാം. പരിശുദ്ധ അമ്മ വിശ്വാസത്തിൻ്റെ പാലയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ കാൽവരിയിലെ ബലിയിൽ പങ്കെടുത്തതുപോലെ, പരിശുദ്ധ അമ്മയെ എൻ്റെ വിശ്വാസത്തിൻ്റെ ആ പാറയിൽ ഉറച്ചു നിന്നുകൊണ്ട് പുത്രനോട് ചേർന്നർപ്പിച്ച ബലി പോലെ ഈ ബലി അർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ വിവിധ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നും ഈ അഭിഷേകത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. ഈ അഭിഷേകത്തിൻ്റെ ഉറവ പൊട്ടിപ്പുറപ്പെടണം. അത് വരങ്ങളും ദാനങ്ങളും ഫലങ്ങളുമായിട്ട് മാറണം. കുർബാനയിലൂടെ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. നമുക്കതും ആ കാൽവരിയിലെ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ബലി ആരംഭിക്കാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അതിനങ്ങളിൽ ദൈവത്തിന് സ്തുതി, അതിനങ്ങളിൽ ദൈവത്തിന് സ്തുതി, അതിനങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ്
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ബലത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്നേഹകാലം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴി തിരുസഭയുടെ തുടരുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പരിഹരായ ഞങ്ങളെ കാര്യം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിൻ ദാസന്മാർ നിൻ സ്തുതിഗീതം പാടുന്നു. നീതി എഴുന്നവരെല്ലാരും നിൻ തിരുനാമം വാഴ്ത്തുന്നു. കർത്താവേ, നിൻ റൂഹായി പാരിലയക്കാൻ കഴിയണമേ. അഖിലവും അപ്പോഴുരുവാകും നൂതനമായി ഫലിച്ചിടും. നാദാനിൻ കൃപയെന്നാളും നിന്റെ വിശുദ്ധർ കണ്ടെത്തും. നിൻ രാജ്യത്തിൻ മഹിമയവർ മർത്യനെ നിത്യവും അറിയിക്കും. ഭക്തജനത്തിൽ കർത്താവേ, സംപ്രീതൻ നീ എന്നാളും ശരണം നിന്നിലണച്ചിടും. നരരിൽ മോദം കൊള്ളുന്നു. എന്നാളും ഭരണാധിപനായി കർത്താവേ നീ വാഴുന്നു. സെഹിയോനെ നിൻ ദൈവമിതാ തലമുറ തലമുറ നിലനിൽക്കൂ. ആത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദി മുതൽ എന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും ഞങ്ങളുടെ ജീവിതത്തോട് നീളം നന്ദി തീർക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിച്ചു നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങ് സകലത്തിൻ്റെ നാഥനും ശ്രേഷ്ഠാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മൾ ഉത്ഥാനഗീതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 3 പ്രാവശ്യം നമ്മൾ ഉത്ഥാനഗീതം ആലപിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തോടുള്ള ആ വലിയ ബഹുമാന സൂചകവും അതോടൊപ്പം തന്നെ പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസവും നമ്മൾ ഏറ്റുപറയുകയാണ്. രണ്ടാമതായി വിരി തുറക്കുന്നു, വിരി മാറുന്നതും. യോർദാൻ നദിയിൽ ഈശോ അടയാളത്തിൻ്റെ സ്നാനം സ്വീകരിച്ചപ്പോൾ സർവ്വനീതിയും പൂർത്തിയാകുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് ആ സ്നാനം അടയാളത്തിൻ്റെ സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാപിക രൂപത്തിൽ യേശുവിൻ്റെ മേലെ എഴുന്നള്ളി വന്നു. അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ബന്ധം കർത്താവിൻ്റെ വരവോടുകൂടി അവൻ സ്ഥാപിച്ചു എന്ന അടയാളമായിട്ടാണ് വിരി എന്ന് ഉറക്കപ്പെടുന്നത്. വീണ്ടും ഉത്ഥാനഗീതം, നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉറപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാണ്. സത്യമായിട്ട് നമ്മളത് വിശ്വസിക്കുകയാണ്, മരണാനന്തര ജീവിതമുണ്ടെന്നും. അതുപോലെ യേശുവിൽ വിശ്വസിച്ചാൽ അവൻ തൻ്റെ മഹത്വത്തിൽ നമ്മെ പങ്കാളിയാക്കുന്നുള്ള ആ വിശ്വാസം നമ്മൾ പ്രഘോഷിക്കുകയാണ്. നീ വിശ്വസിച്ചത് നീ പ്രഘോഷിക്കുകയാണ്. നമുക്ക് ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ആ വിശ്വാസം നമുക്ക് 3 പ്രാവശ്യത്തേക്ക് പറഞ്ഞ് പ്രഘോഷിക്കാം. പാടുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യരു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. കർത്താവേ, ഞാൻ കൈകൾ കഴിയുന്ന ഫലമാക്കുകയും
ഞങ്ങളുടെ ബലിപീഠത്തിൽ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യരു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഒരുമിച്ച് പാടാം. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നമ്മൾ ഏറ്റുപറയുകയാണ്. വിളിച്ചവൻ പരിശുദ്ധനാണ്, വിളി കേട്ടവരും പരിശുദ്ധരായിരിക്കണം. യാതൊരു കോംപ്രമൈസും അതിനകത്തില്ല. കാരണം വിശുദ്ധിയും അശുദ്ധിയുമായിട്ടൊരു കോംപ്രമൈസുമില്ല. അത് നമ്മൾ ഏറ്റുപറയുകയാണ്. 3 പ്രാവശ്യം ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്വർഗ്ഗവാസം ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവ്വേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സമതിനായി വസിക്കുന്ന പരിശുദ്ധനും സുതരകനും ബലവാന്റെ കർത്താവേ, അങ്ങയുടെ സ്വഭാവം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കും. എൻ്റെ സഹോദരനെ, പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണം. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ വെടിവേർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ ഭക്തരായി കാണപ്പെടുകയില്ല. ഈ കൂടാരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി വെടിവേർപ്പെടുന്നു.
വൃത്തിവംശകനായിട്ട് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റിക്കളയാനല്ല, പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്നും അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയസഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാൻ എഫെസോസിൽ നാഥാ ജനതീ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ മന്നിൽ വാഴ്ത്തി നമിക്കുന്നു, മന്നിൽ വാഴ്ത്തി നമിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വസിക്കാട് വിശുദ്ധ വിശേഷം അധ്യായം 7 വചനം 37 മുതൽ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടില്ലായിരുന്നു. എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. 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 കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗിച്ച കർത്താവേ, ഉദ്ധിതനായതിനെ അനുഭവിച്ചറിയുവാനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരും നിന്നെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്താനിടയാക്കണമേ. സകലത്തിൻ്റെ നാഥായ നീക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികം സ്നേഹവുമായ സഭയുടെ മേൽ നിറഞ്ഞ വലം കൈനീട്ടണമേ. ദൃശ്യവും അദൃശ്യവും എല്ലാവരും സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ഉപാസന ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപുറം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നേർന്ന് അങ്ങ് ഞങ്ങളുമായി രമ്യതപ്പെടുന്ന ഇതര പ്രവർത്തികളായ ജീവിതകാല പുഴങ്ങേ ത്വചിതം പ്രീതിപ്രദമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. താതനും ആത്മജനും പാവനരൂപായും ത്രിത്വമേകവുമാ മാനവബുദ്ധിക്ക് സത്യം ദുർഗ്രഹമായി നിലനിൽക്കുന്നു. ആദിയും അന്തവുമില്ലാതെ മഹിതം ദൈവസ്വഭാവത്തിൽ വാണിടും ത്രിത്വം സ്തുത്യർഹൻ. അങ്ങയുടെ നാമം എന്നേക്കും പുകഴ്ത്തും. ഒന്നായൊരു ഗണമായി പാവന ത്രിത്വത്തിൻ സ്തുതികൾ പാടിടാം. അവനുടെ ശക്തി സമുന്നതവും ആരാധ്യവുമാണെന്നാളും. നിത്യനദൃശ്യൻ ദൈവത്തിൻ ഭരണം സുസ്ഥിരമതുപോലെ നിലനിൽക്കും. രാജ്യം ചിരകാലം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെ നീതിമാനായ മറിയ യോസേഫിൻ്റെയും പാവന സ്മരണ വിശ്വബലിപീഠമാകട്ടെ. ആദ്യം മുതൽ എന്നേക്കുമാമേ. ദൈവപുത്രന്റെ സ്നേഹിതന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേനാമേന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മർത്തോമാശ്രീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം ഭരിച്ച നീതിമാന്മാരുടെയും അടിഞ്ഞുടെ രക്തസാക്ഷിയുടെ സ്മരണ വിശ്വബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിക്കും. ചെറിയവരും വലിയവരും നിന്റെ സുതരകമായ ഉത്ഥാന വഴി അങ്ങ് മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും താപവും വഴി വിശുദ്ധായെയും അവരുടെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിയാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യതയിൽ നിന്നുള്ള സത്യതയിലോ പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിളിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു.
ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമായ സ്വർഗ്ഗത്തിലെ നാഥനായ അങ്ങേയ്ക്ക് പറയുന്ന ഭാവിയായ പ്രവർത്തനങ്ങളെക്കാൾ കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹത്തെ പ്രതി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങയുടെ കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി വലിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച ബോധത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കുന്ന ഗൗഡി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും നന്ദിയും അതിനെ സമർപ്പിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോട് കൂടെ സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവേ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് നന്ദിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങ് ലോകത്തെയും അതിനുള്ള സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്യുന്നു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതരായ മുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിയമാന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രോഭയമാണ് ശ്രാപ്പയമാണ് ചേർന്ന് നാഥനായിരിക്കാൻ അവർ ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ
കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാം വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതി ഓശാന. സ്വർഗീയ കടങ്ങളുടെ നീക്കങ്ങൾ നന്ദി സമർപ്പിക്കുന്ന അങ്ങയുടെ ദൈവത്തിന് ഞങ്ങൾ കൽപ്പിച്ചതുപോലെ കൂടി സന്നദ്ധയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ ഞങ്ങളുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവേൻ. ഞാനീ ചെയ്തത് നിങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങനെ ഞങ്ങളുടെ മനസ്സമാനം സ്വീകരിക്കുകയും ആദമതിച്ചുപോയ ഞങ്ങളെ സമർപ്പിക്കുകയും മരിച്ചുപോയ ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടമ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും നന്ദിയും ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ലയോ ഞങ്ങളുടെ സഭയുടെ തലവനുമായ ഞങ്ങളുടെ രൂപതാധ്യക്ഷ പിതാവുമായ ജോസഫ് വേണ്ടിയും പുരോഗതനമായ സംസ്ഥാനമായ സമർപ്പിതമായ എന്നവർക്കും സമൂഹത്തിന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷിയുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി മർദ്ദിച്ച നീതിമാന്മാരെ വിശുദ്ധമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശകരും ദുഃഖിതരും ദരിദ്രരും വേഗതരും രോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും ഞങ്ങളുടെ കാരണത്തെ പ്രതിയായ ശ്രമം കാത്തിരിക്കുന്ന ജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധത്തിന്മേൽ ഞങ്ങളുടെ അഭിഷിക്തന്റെ ജീവിതകാലം ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമല്ല പിതാവായ ദൈവമാകും ഞങ്ങളുടെ ഉപവാസങ്ങളാകട്ടെ. ഞങ്ങളുടെ കർത്താവുമായ ജീവദായകമായ സുവിശേഷപ്പെടി ജീവനാടയാൾക്കാരും കൂട്ടിത്തരും. പ്രയാസപ്പെട്ട സന്താനങ്ങൾ എല്ലാവർക്കും ആവശ്യമായ ധാർമ്മികത്തിന്റെ വിശദ മാർഗം പഠിപ്പിച്ചെന്ന് എല്ലാവരും പറയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശ്രദ്ധിച്ചാൽ
പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ജ്ഞാനത്തിന്റെയും മഹനീയവും ഭയഭക്തവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്നേഹിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവേ നിന്റെ ദാസന്മാരെ കുർബാനയിൽ അവർ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും വകവയ്ക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടപ്പുറത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശിക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച സ്വർഗരാജ്യത്തിന് നാമായ ദൈവത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹിമയും വിസ്മയവുമായ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അപേക്ഷിക്കുന്ന അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി സമർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊപ്പം എന്നോട് ദയവും നേടണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, പാപമായ നിങ്ങൾ കഴിയും അങ്ങ് സ്നേഹത്തെ ദിവ്യപരിണത്തിന്റെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങൾ അന്വേഷിക്കേണ്ടതിനിടയ എനിക്കറിയാവുന്ന അറിഞ്ഞ ഗുണങ്ങളുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് സദയം ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മകനെയോ വിശുദ്ധനെ അവിടുന്ന് സ്വന്തപൂർണ്ണമാക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരണത്തെ പ്രത്യാശാപരം കാത്തു നിൽക്കുന്ന ജനത്തെയും അവിടുന്ന് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, വിശുദ്ധരുടെ സദൃശ്യവും അവിടുത്തെ സിംഹാസന ബലിപീഠത്തെയും പാമോചനങ്ങളുടെ തിരുശരക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരുണ്യ പ്രത്യാശാപരം കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിച്ച് ഞങ്ങളുടെ വിശുദ്ധിയുടെ പരിമളത്താൽ ഞങ്ങളെ അവിടുന്ന് പൂരിതരാക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തിലേക്ക് കടക്കാരനെ ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് എപ്പോഴും ആരാധനയുണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗം നിറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാ പാപോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനോടൊപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവാൻ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമായി. നിങ്ങളുടെ ഇഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ ഉന്നതദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു. പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിനെ വിഭജിക്കും. വൈദികനെ ദീക്ഷിച്ചിടുന്നു. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നല്ലാട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ
നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനോളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതനായ ദൈവമേ, സ്വർഗ്ഗരാജ്യത്തിൽ സ്ലക്ഷനെ സ്തുതിക്കുവാൻ ഞങ്ങൾ ഞങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരണപൂർവ്വം ഞങ്ങൾക്ക് മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെ പൂർണ്ണർമല്ല ഹൃദയം പ്രസന്നമതരമായ വ്യാപരിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം